പാൻ ചൂടാവാൻ വെച്ചു. യെസ്, ചൂടായി കഴിഞ്ഞ് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴത്തേനും കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. കണ്ണനായതുകൊണ്ട് ഞാൻ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല, നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് കാഷ്യൂ. ഞാൻ കാഷ്യൂ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി. അതിനുശേഷം ഞാൻ ഒരു സവാളയുടെ ഒരു ചെറിയ പീസ്, ഒരു ചെറിയ സവാള, അതിൻ്റെ തന്നെ ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ടുള്ളൂ, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യിൽ തന്നെ ഇട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് കാഷ്യൂവും നമ്മൾ ഓൾറെഡി ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബ്രോക്കോളിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. നല്ല ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഇത് വേവിച്ചതാണ്, ഞാൻ സ്റ്റീം ചെയ്തെടുത്തതാണ് ഈ ക്യാരറ്റും ബ്രോക്കോളിയും. അതുകൊണ്ട് ഒത്തിരി ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ നെയ്യുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് ഉള്ളിയുടെ കൂടെ ഒന്ന് വഴറ്റിയെടുത്തു. ഇനി നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കുകയാണ്. ഈവനിംഗ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഹെൽത്തി ആയിട്ടും നല്ല ഫില്ലാവുന്നൊരു സ്നാക്കാണ്. യെസ്, അപ്പോൾ അതാ നമ്മുടെ സേമിയ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. യെസ്, അപ്പോൾ അതാ നമ്മുടെ ദേവാംശൻ്റെ സ്പെഷ്യൽ സേമിയ ഉപ്മാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. യെസ്, അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്മാവ് അല്ലേ? ചൂടുണ്ട് കണ്ണാ, ഒന്ന് കഴിച്ച് നോക്കാം നമുക്ക്. ചൂട് ഊതി കഴിക്ക്. ഊതിയിട്ട് കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സ്പൂൺ ഫോർക്ക്. എങ്ങനെയുണ്ട് ഉപ്പുമാവ്? ഇതെങ്ങനെയുണ്ട്? പാപ്പ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. കഴിച്ചോ.